ചിങ്ങം രാശിക്കാരെ, ഇന്ന് പ്രഭാതം ഉദിക്കുന്നതിനു മുൻപേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒരു രഹസ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആ രഹസ്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ പോകുന്നു. ഒരുപക്ഷേ നിങ്ങൾ അതറിയില്ലായിരിക്കും, ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ ശാന്തമായി ഇരിക്കുകയായിരിക്കും. പക്ഷേ ആ നിമിഷം, ആ ഒരു നീക്കം ഇന്ന് നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ശത്രു ഇന്ന് ഉണർന്നിരിക്കുന്നു. ഉറങ്ങാതെ ആലോചിച്ച് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ, നിങ്ങളുടെ പ്രതിഷ്ഠ തകർക്കാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ചവിട്ടിമെതിക്കാൻ. ഇത് വെറും ഒരു ജ്യോതിഷ വായനയല്ല, ഇത് ഒരു ദൈവിക മുന്നറിയിപ്പാണ്. ചിങ്ങം രാശി എന്നത് ഒരു സാധാരണ രാശിയല്ല. സൂര്യന്റെ സ്വന്തം രാശി, ശക്തിയുടെ, ആത്മാഭിമാനത്തിന്റെ, തേജസ്സിന്റെ ഇരിപ്പിടം. ഈ രാശിയിൽ ജനിച്ചവർ ഒരിക്കലും തലകുനിക്കില്ല, ഒരിക്കലും കൈ നീട്ടി യാചിക്കില്ല. ഇതറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ഭയക്കുന്നതുകൊണ്ടാണ് ആക്രമിക്കുന്നത്. ഭയത്തിൽ നിന്ന് ജനിക്കുന്ന ആക്രമണം ഏറ്റവും അപകടകാരിയായിരിക്കും. ഇന്ന് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക നിലയിൽ ചലിക്കുന്നു. ആ ചലനം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു നിർണായക നിമിഷം സൃഷ്ടിക്കുന്നു. ശനി നിങ്ങളുടെ ഷഷ്ഠഭാവത്തിൽ ഒരു ദൃഷ്ടി നൽകുന്നു. ഷഷ്ഠഭാവം ശത്രുക്കളുടെ ഭാവമാണ്. ശനിയുടെ ദൃഷ്ടി ആ ഭാവത്തെ ഉദ്ദീപിക്കുന്നു. ഇതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: ഇന്ന് ആ ഭാവം സജീവമാണ്, ഇന്ന് ശത്രു ചലിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ദൈവം നിങ്ങൾക്ക് ഒരു സൂചന നൽകുന്നില്ലെങ്കിൽ ഇത്തരം അറിവ് നിങ്ങളിൽ എത്തില്ല. ഇത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നു എന്നതുതന്നെ ഒരു ദൈവിക ഇടപെടലാണ്. ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഈ ദൈവം നിങ്ങൾക്ക് ചുറ്റും ഒരു അദൃശ്യ കവചം നിർമ്മിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ നീക്കം ആ കവചത്തിൽ തകർന്നു വീഴും. ഈ നിമിഷം ഒന്ന് ചെയ്യൂ: നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒരിക്കൽ മനസ്സിൽ ഉരുവിടൂ. ആ നാമം ഒരു ശക്തിയാണ്, ആ നാമം ഒരു കവചമാണ്. ആ നാമം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ആ ദൈവസഹായം ഇരന്നു വാങ്ങുന്ന ഒരു ചാവിയാണ്. ഇവിടെ കമന്റ് ആയി നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് എഴുതൂ. ആ ദൈവനാമം ഇവിടെ നിറയട്ടെ, ആ ദൈവശക്തി ഇവിടെ വ്യാപിക്കട്ടെ. ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ ചിങ്ങം രാശിക്കാർക്കും ആ ദൈവകൃപ ലഭിക്കട്ടെ. ഈ പ്രപഞ്ചം നൽകുന്ന ഓരോ ജ്ഞാനവും ഒരു ദൈവദത്തമായ ദാനമാണ്. ആ ദാനം നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ജീവിതം ഒരു ഉത്സവമാകും. ജ്യോതിഷശാസ്ത്രം ഒരു ആയുധമാണ്. ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യത്ത് ഇവ മൂന്നും ഒരുമിച്ചു കാണാൻ സഹായിക്കുന്ന ഒരു ദൈവദർശനം. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം വിശദമായി അറിയണമെങ്കിൽ, ജീവിതത്തിലെ ഈ പ്രതിസന്ധിയുടെ കാരണം ഗ്രഹസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ, വിവാഹ പൊരുത്തം അറിയണമെങ്കിൽ, സമ്പൂർണ്ണ ജ്യോതിഷ വായന ആഗ്രഹിക്കുന്നെങ്കിൽ കമന്റ് വിഭാഗം ഒന്ന് നോക്കൂ. വിശദ വിവരങ്ങൾ അവിടെ ഉണ്ട്. ദൈവകൃപ ഉള്ളവർക്ക് ആ അറിവ് ലഭിക്കും. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ ഇന്നത്തെ ഊർജം മനസ്സിലാക്കാം. ഇന്ന് ആകാശത്ത് ഗ്രഹങ്ങൾ ഏതു സ്ഥാനത്ത് നിൽക്കുന്നു, ആ സ്ഥാനം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഒരു ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ കൂടി നോക്കാം. ഗുരു ബൃഹസ്പതി, ജ്ഞാനത്തിന്റെ ദേവൻ, ഇപ്പോൾ ഒരു നിർണായക ഭാവത്തിൽ ഇരിക്കുന്നു. ഗുരുവിന്റെ ഊർജം ചിങ്ങം രാശിക്കാർക്ക് ഒരു ഭ്രമം സൃഷ്ടിക്കുന്നു. ആ ഭ്രമം ഇപ്രകാരമാണ്: ഒരു ഭാഗത്ത് വലിയ വളർച്ചയുടെ, ഉന്നതിയുടെ, ആഗ്രഹ സഫലീകരണത്തിന്റെ ഒരു വഴി തുറക്കുന്നു. മറ്റൊരു ഭാഗത്ത് ജ്ഞാനമില്ലാതെ, ശ്രദ്ധയില്ലാതെ ആ വഴിയിലൂടെ നടന്നാൽ ഒരു കെണിയിൽ വീരാമെന്ന സൂചനയും നൽകുന്നു. ഗുരുദേവൻ പറയുന്നത് ഇതാണ്: ഇന്ന് വേഗം വേണ്ട, ഇന്ന് ജ്ഞാനം വേണം. ഏതു തീരുമാനം എടുക്കുമ്പോഴും ഒരു നിമിഷം ആലോചിക്കൂ, ദൈവത്തെ ഒരു നിമിഷം ഓർക്കൂ. ആ ഒരു നിമിഷത്തിന്റെ ആലോചന ഒരുപക്ഷേ ഒരു ജന്മത്തിന്റെ വഴി മാറ്റും. ശനി ഇന്ന് ഒരു ദ്വന്ദ്വ ഭൂമിക അവതരിപ്പിക്കുന്നു. ചിങ്ങം രാശിക്കാർക്ക് ശനി ഒരിക്കലും ഒരേ മുഖം കാണിക്കാറില്ല. ഒരു ഭാഗത്ത് ശനി ഒരു ഗുരുവിനെ പോലെ, കഠിനമായ ജീവിത പാഠം പഠിപ്പിക്കുന്ന ഒരു ഗുരുവിനെ പോലെ ഇരിക്കും. മറ്റൊരു ഭാഗത്ത് ആ പാഠം പഠിച്ചു കഴിഞ്ഞാൽ ശനി ഒരു വലിയ സമ്മാനം നൽകും. ഇന്ന് ശനി ചിങ്ങം രാശിക്കാരോട് ഒരു ചോദ്യം ചോദിക്കുന്നു: നീ ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഏത് ആത്മസത്യം തിരിച്ചറിഞ്ഞു? ഏത് കർമ്മഭാരം വഹിക്കുന്നു? ആ ഭാരം ഇറക്കി വയ്ക്കാൻ നീ തയ്യാറാണോ? ശനിയുടെ ഈ ചോദ്യം ഒരു ശിക്ഷ ഉദ്ദേശിച്ചുള്ളതല്ല, ഇത് ഒരു ദൈവിക ആഹ്വാനമാണ്. കർമ്മ ശുദ്ധീകരണത്തിന്റെ ഒരു ക്ഷണം. ഇന്ന് ഷഷ്ഠഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി ശത്രുഭാവം ഊർജ്ജമണ്ഡലത്തിൽ ഉദ്ദീപ്തമാക്കുന്നു. ഇതിന്റെ ഫലമായി ചിങ്ങം രാശിക്കാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്ന് കൂടുതൽ ശക്തമായ ഒരു നീക്കം നടത്തും. പക്ഷേ ഇവിടെ ഒരു ആഴമേറിയ ജ്യോതിഷ സത്യമുണ്ട്. ശത്രുഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി ശത്രുവിനെ ശക്തിപ്പെടുത്തുന്നതല്ല, ശത്രുവിന്റെ ഓരോ നീക്കവും ദൈവദൃഷ്ടിയിൽ ദൃശ്യമാക്കുന്നതാണ്. ശനി ഒരു ന്യായാധിപനാണ്. ശനി ഒരു കണക്കെടുക്കലാണ്. ഇന്ന് ശത്രു ചെയ്യുന്ന ഓരോ കാര്യവും ആ കണക്കിൽ രേഖപ്പെടുത്തപ്പെടും. രാഹുവും കേതുവും ഇന്ന് ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ഛായ വിതറുന്നു. ഛായ ഭയമല്ല, ഛായ ഒരു ദൈവിക പ്രതിഫലനമാണ്. രാഹു ഏതു ഭ്രമങ്ങൾ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ, ഏതു തെറ്റുചിന്തകൾ ഉണ്ടോ, ഏതു ദോഷബന്ധങ്ങൾ ഉണ്ടോ, ആ ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇത് ഒരു ആത്മശുദ്ധീകരണ ഘട്ടമാണ്. ചിലപ്പോൾ ഇത് ഒരു ബന്ധം പൊടുന്നനെ അകലാൻ ഇടയാക്കും. ചിലപ്പോൾ ഒരു ജോലി ഇടം പൊടുന്നനെ ഇല്ലാതാകും. ചിലപ്പോൾ ദീർഘകാലമായി ഒരുമിച്ചു നടന്ന ആൾ ഒരു ദിവസം അകന്നുപോകും.
ഇതൊക്കെ ദൈവം ചെയ്യുന്ന ഒരു ജീവിത ക്ലീൻസിംഗ് ആണ്. ജീവിതം നിർമ്മലമാകാൻ, ജീവിതം ശ്രേഷ്ഠമാകാൻ ചിലതൊക്കെ ഒഴിഞ്ഞു പോകേണ്ടതു തന്നെ. കേതു ഒരു ആഴത്തിലുള്ള ആധ്യാത്മിക അന്വേഷണത്തിലേക്ക് ചിങ്ങം രാശിക്കാരെ ക്ഷണിക്കുന്നു. ഇതൊരു ഉൾവിളിയാണ്. ജീവിതത്തിന്റെ ഉദ്ദേശ്യം ഒന്ന് ആലോചിക്കൂ, ആ ഉദ്ദേശ്യത്തിൽ ഊന്നി ജീവിക്കൂ, ശേഷം എന്തും ഭംഗിയായി ശരിയാകും എന്ന ഒരു ഉറപ്പ് കേതുഗ്രഹം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്നു. ഈ ഗ്രഹ ഊർജ്ജം ഒരു ക്ഷണികമായ ഘട്ടത്തിലാണ്. ഇന്ന് ആ ഊർജ്ജം ഏറ്റവും ശക്തമായ ഒരു ക്ഷണബിന്ദുവിൽ നിൽക്കുന്നു. ഗുരുവിന്റെ സ്വാധീനം ഇപ്പോൾ ചിങ്ങം രാശിക്ക് ഒരു വലിയ പരീക്ഷണകാലത്തിന്റെ ആരംഭം കുറിക്കുന്നു. വൃഷഭ രാശിയിൽ നിലകൊള്ളുന്ന ഗുരു നിങ്ങളുടെ 9ാം ഭാവത്തെ സ്പർശിക്കുന്നു. ഭാഗ്യം, ധർമ്മം, ദൈവാനുഗ്രഹം എന്നിവയുടെ ഭവനം. ഇത് ഒരേ സമയം ആശീർവാദവും ഉത്തരവാദിത്തവുമാണ്. ഗുരു നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾ ശരിയായിരുന്നോ? നിങ്ങളുടെ ഉള്ളിലെ സത്യസന്ധത ഇനിയും നിലനിൽക്കുന്നുണ്ടോ? ശനി ഇപ്പോൾ കുംഭരാശിയിൽ നിലകൊള്ളുന്നു. ചിങ്ങം രാശിക്ക് 7ാം ഭാവത്തിലെ ശനി. ഇത് ബന്ധങ്ങളുടെ, കരാറുകളുടെ, ശത്രുക്കളുടെ ഭവനമാണ്. ഇന്ന് ഈ ശനി ഒരു പ്രത്യേക ദൃഷ്ടി ചൊരിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ആരോ ഒരാൾ, ഒരുപക്ഷേ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാൾ, ഇന്ന് ഒരു നടപടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ നടപടി നിങ്ങൾക്ക് ദ്രോഹകരമാകാം. പക്ഷേ ഓർക്കുക, ശനി ന്യായത്തിന്റെ ദേവനാണ്. ശനി ഒരിക്കലും കുറ്റക്കാരനെ രക്ഷിക്കില്ല. രാഹു ഇപ്പോൾ മേടം രാശിയിൽ നിലകൊള്ളുന്നു, ചിങ്ങത്തിന്റെ 9ാം ഭാവത്തിൽ. ഇത് ഒരു അസാധാരണ ഗ്രഹനില. ഭാഗ്യം, യാത്ര, ആത്മീയത എന്നിവ ഒരേ സമയം ഉണർന്നുവരും. പക്ഷേ ഈ ഉണർവ് ചിലപ്പോൾ ആദ്യം ഒരു കൊടുങ്കാറ്റ് പോലെ വരും. ഒരു ബുദ്ധിമുട്ടുള്ള ദിവസം, ഒരു ദുഃഖകരമായ വാർത്ത, ഒരു ആകസ്മിക സംഘർഷം. ഇവ യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു പുതിയ പാതയിലേക്ക് നയിക്കാനുള്ള ദൈവത്തിന്റെ ഒരുക്കമാണ്. കേതു ഇതിന്റെ വിപരീത ഭാഗത്ത്, തുലാം രാശിയിൽ, ചിങ്ങത്തിന്റെ 3ാം ഭാവത്തിൽ. ധൈര്യം, ആശയവിനിമയം, ചെറിയ യാത്രകൾ എന്നിവയുടെ ഭവനം. കേതു ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് വളരെ ശ്രദ്ധയോടെ സംസാരിക്കൂ. ഏതൊരു വാക്കും ആയുധമാകാം, ഏതൊരു നിശബ്ദതയും ശക്തിയാകാം. ഈ ഗ്രഹനില ചിങ്ങം രാശിക്ക് ഒരു കർമ്മപരമായ ചക്രത്തിന്റെ തിരുവുനിമിഷം സൃഷ്ടിക്കുന്നു. ഈ ഗ്രഹഗതികളുടെ ആകെ ഫലം ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഉണർവ്. ഇനി നിങ്ങൾ ഉറക്കത്തിൽ കഴിയാൻ ദൈവം അനുവദിക്കില്ല. ജീവിതം നിങ്ങളെ ഉണർത്തും. ചിലപ്പോൾ ഒരു ആഘാതത്തിലൂടെ, ചിലപ്പോൾ ഒരു അത്ഭുതത്തിലൂടെ. ഏതായാലും ഇനിയുള്ള ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആകും. ഇനി ശത്രുക്കളുടെ കാര്യം നോക്കാം. ചിങ്ങം രാശിക്കാർ ഇന്ന് ഒരു കാര്യം ഓർക്കണം. ശത്രു ഒരിക്കലും മുഖത്ത് നോക്കി ശത്രുത കാണിക്കില്ല. ഏറ്റവും അടുത്ത സ്നേഹിതന്റെ രൂപത്തിൽ, ഉപദേഷ്ടാവിന്റെ ഭാവത്തിൽ, ഒരു ഗുണകാംക്ഷിയുടെ മുഖം മൂടി അണിഞ്ഞ് അവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇന്ന് ആ ശക്തി ഒരു നടപടി എടുക്കുകയാണ്. ഒരു വാക്ക് പ്രചരിപ്പിക്കാം, ഒരു രഹസ്യം വെളിച്ചപ്പെടുത്താം, ഒരു തടസ്സം സൃഷ്ടിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് സംഭവിക്കും. പക്ഷേ ഭയക്കേണ്ട, ഭഗവാൻ ഇത് നോക്കുന്നുണ്ട്. ശ്രീ മഹാദേവൻ ഇത് അറിയുന്നുണ്ട്. ദൈവനീതി ഒരിക്കലും വൈകിപ്പോകാറില്ല. ഒരുപക്ഷേ ഇന്ന് ശത്രു ഒരു ചുവട് മുന്നോട്ട് വെച്ചേക്കും. പക്ഷേ ആ ചുവട് അവർക്കുതന്നെ ദോഷകരമായി മാറും. ദൈവനിശ്ചയം അതാണ്. ഇനി ഉപായങ്ങളിലേക്ക് വരാം. ഈ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും ലളിതമാണ്. ഇന്ന് ഉദിക്കുന്ന സൂര്യനെ നോക്കി ഒരു നിമിഷം ഉള്ളുരുകി പ്രാർത്ഥിക്കൂ. ഭഗവാനെ, എന്റെ ശത്രു ഇന്ന് ഒരു നടപടി എടുക്കുന്നു. അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തി നിനക്കുണ്ട്. ഞാൻ നിന്നിൽ ശരണം തേടുന്നു. ഇത് ഒരു ലളിതമായ അർത്ഥനയാണ്. പക്ഷേ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ദിവസം മുഴുവൻ ദൈവ സംരക്ഷണത്തിൽ ഇരുത്തും. ഇന്ന് ചുവന്ന നിറമുള്ള ഒരു പൂവ് ഭഗവത് പ്രതിഷ്ഠയ്ക്ക് സമർപ്പിക്കൂ. ഏത് ദേവനും ദേവിക്കും ആകാം. ഹൃദയത്തിൽ ഒരൊറ്റ ആഗ്രഹം, ശത്രുബാധ ഒഴിഞ്ഞ് ജീവിതം ശാന്തമാകണം. ആ ഒറ്റ ആഗ്രഹം ഈ ദിവസം ദൈവം കേൾക്കും. ഒരൊറ്റ പൂവ്, ഒരൊറ്റ ഹൃദയം, ഒരൊറ്റ പ്രാർത്ഥന. ഇത്രയേ വേണ്ടൂ. ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ നിമിഷം ദൈവത്തിന് ഓർമ്മ നൽകൂ. ഒരൊറ്റ ശ്വാസം, ഒരൊറ്റ ഓർമ്മ, ഇതെല്ലാം ദൈവം തന്നതാണ്. ഈ കൃതജ്ഞതാഭാവം, ഇത് ചിങ്ങം രാശിക്ക് ഇന്ന് ഒരു കവചമായി പ്രവർത്തിക്കും. ഏത് ശത്രുബാണവും ഈ കൃതജ്ഞതാ കവചത്തിൽ തട്ടി തിരിച്ചു പോകും. ഇനി ഒരു കാര്യം കൂടി, ഇന്ന് ആരോടും തർക്കിക്കരുത്. ആരോ ഒരാൾ നിങ്ങളെ ഉത്തേജിതരാക്കാൻ ശ്രമിക്കും. ഒരു വാക്ക്, ഒരു ആരോപണം, ഒരു ചോദ്യം, ഇതൊക്കെ ഒരു കെണിയുടെ ഭാഗമായിരിക്കാം. ശാന്തതയോടെ, ഒരു ചിരിയോടെ, ഒരൊറ്റ മൗനത്തോടെ ആ ഘട്ടം കടന്നു പോകൂ. ആ മൗനം ഒരു ആയുധമാണ്. ആ ശാന്തത ഒരു ശക്തിയാണ്. ഇനി ഈ ദിവസത്തെ തൊഴിൽ, ധനം, ജീവിത ഭദ്രത എന്നിവയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നോക്കാം. ചിങ്ങം രാശിക്ക് ഇന്ന് ജോലിസ്ഥലത്ത് ഒരു പ്രത്യേക ഊർജം അനുഭവപ്പെടും. ഒരു ചെറിയ ഭയം ഉള്ളിൽ ഉണ്ടാകും. ഇന്ന് ഒരു ബുദ്ധിമുട്ടുള്ള ദിവസമാകുമോ? ആ ഭയം തള്ളിക്കളയൂ. കാരണം ആ ഭയം ശത്രു മനസ്സിൽ ഇട്ടതാണ്. ദൈവം ഒരിക്കലും ഭയം ഇടില്ല. ദൈവം ശക്തിയിടും. ആ ശക്തി ഇന്ന് നിങ്ങൾക്കൊപ്പമുണ്ട്. ജോലിസ്ഥലത്ത് ഇന്ന് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. ഒരു സഹപ്രവർത്തകൻ, ഒരുപക്ഷേ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാൾ, ഒരു കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞേക്കാം. ഇത് ഒരു ചെറിയ ആഘാതം ആകും. പക്ഷേ ഇതൊരു ഒറ്റുകൊടുക്കൽ ആണോ, അതോ ആത്മാർത്ഥമായ ഒരു നിലപാടാണോ? ഇത് ഇന്ന് തന്നെ വ്യക്തമാകും. ക്ഷമയോടെ ഇരിക്കൂ.
ഉടൻ തീരുമാനം എടുക്കരുത്. ഇന്ന് ധനപരമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നാളേക്ക് മാറ്റൂ. ഇന്ന് ഒരു ഒപ്പ് ഇടേണ്ട, ഒരു വലിയ ഇടപാട് നടത്തേണ്ട, ഒരു കടം കൊടുക്കേണ്ട. ഇന്നത്തെ ഗ്രഹനില ധനവ്യവഹാരങ്ങൾക്ക് അനുകൂലമല്ല. ഈ ഒരു ദിവസം മാത്രം ജാഗ്രത കാണിച്ചാൽ അടുത്ത ആഴ്ച ഒരു ധനലാഭം ഉണ്ടാകും. ദൈവം ഒരൊറ്റ ജാഗ്രതയ്ക്ക് ഒരൊറ്റ സമ്മാനം തരും. ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാർ ഇന്ന് ഒരു കരാർ ഒപ്പിടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൂ. ഒരു പുതിയ പദ്ധതി തുടങ്ങുന്നതും ഇന്ന് ഒഴിവാക്കൂ. ഇന്ന് ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം: നിലവിൽ ഉള്ളതിനെ സംരക്ഷിക്കൂ. ഉള്ളത് ഉള്ളിടത്ത് ഭദ്രം. ഇന്ന് ആ ഭദ്രത ഉറപ്പിക്കൂ. 7 ദിവസം, 14 ദിവസം ഈ ദൃഷ്ടിയിൽ ചിങ്ങം രാശിക്ക് ഒരു ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. ആദ്യ 7 ദിവസം ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാകും. ഒരുപക്ഷേ ഒരു തർക്കം, ഒരു ആരോപണം, ഒരു ആഘാതം. പക്ഷേ 7 ദിവസം കഴിയുമ്പോൾ ആ ചെറിയ കൊടുങ്കാറ്റ് ഒടുങ്ങും. 14-ാം ദിവസം ഒരു പുതിയ ആരംഭത്തിന്റെ സൂചന ഉണ്ടാകും. ആ ആരംഭം ദൈവം ഒരുക്കിയ ആരംഭം. ഇനി പ്രണയം, ദാമ്പത്യം, ബന്ധങ്ങൾ എന്നിവ നോക്കാം. ചിങ്ങം രാശിക്ക് ഇന്ന് ഹൃദയകാര്യങ്ങളിൽ ഒരു ചെറിയ ആശങ്ക ഉണ്ടാകും. ഒരു ബന്ധത്തിൽ, ഒരുപക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളൽ ഇന്ന് ഉണ്ടാകാം. ഒരൊറ്റ വാക്ക്, ഒരൊറ്റ നിശബ്ദത, ഒരൊറ്റ നോട്ടം, ഇത് ഒരു ചോദ്യം ഉണ്ടാക്കും മനസ്സിൽ. ഈ ബന്ധം ശരിയാണോ? ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം തേടരുത്. ഒരൊറ്റ ദിവസത്തെ ഒരൊറ്റ ഘട്ടം ഒരു ബന്ധത്തിന്റെ ആഴം അളക്കില്ല. ക്ഷമ ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ആഭരണമാണ്. ഇന്ന് ക്ഷമ കൊണ്ട് ആ ഘട്ടം കടന്നുപോകൂ. വിവാഹിതരായ ചിങ്ങം രാശിക്കാർ ഇന്ന് പ്രത്യേക ശ്രദ്ധ ആവശ്യം. ജീവിത പങ്കാളിയുടെ ഒരു ആഗ്രഹം, ഒരു ചെറിയ ആഗ്രഹം ഇന്ന് ഓർക്കൂ. ആ ആഗ്രഹം ഈ ദിവസം സാധ്യമാക്കൂ. ഒരൊറ്റ ചിരി, ഒരൊറ്റ സ്നേഹവാക്ക്, ഒരൊറ്റ ദയ, ഇത്രയേ വേണ്ടൂ. ആ ഒരൊറ്റ ചെറിയ നന്മ ഇന്ന് ആ ബന്ധത്തെ ഒരു ദൃഢ അടിത്തറയിൽ ഉറപ്പിക്കും. കുടുംബകാര്യങ്ങളിൽ ഇന്ന് ഒരു ബുദ്ധിമുട്ടുള്ള സംഭാഷണം ഉണ്ടായേക്കാം. ഒരുപക്ഷേ ഒരു ബന്ധുവിന്റെ ഒരു ആരോപണം, ഒരു ഗൃഹഭരണ തർക്കം, ഇതൊക്കെ ഇന്ന് ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്: ഇന്ന് ഈ ഘട്ടം ശാന്തമായി കടക്കുന്ന ആൾ ആ കുടുംബത്തിന്റെ ഏറ്റവും ശക്തമായ തൂണ് ആകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ദിവസം ചിങ്ങം രാശിക്കാർ വളരെ ശ്രദ്ധ പുലർത്തണം. ശരീരത്തിൽ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടാം. തലവേദന, ഉറക്കക്കുറവ്, മനസ്സിന്റെ അസ്വസ്ഥത, ഇവ ഒരേ സമയം ഒന്നിച്ചുവരുന്ന ഒരു ഘട്ടമാണ് ഇത്. ഇതിന് കാരണം ബാഹ്യമായ ഒരു സ്വാധീനം ഉണ്ടെന്ന് ജ്യോതിഷം വ്യക്തമാക്കുന്നു. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ആഗ്രഹങ്ങളും ഗൂഢനീക്കങ്ങളും ഒരു അദൃശ്യ ഊർജ്ജമായി നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാറുണ്ട്. അതിനാൽ ഈ ദിവസം ഏതെങ്കിലും ദേവാലയത്തിൽ പോയി ദീപം തെളിക്കുക. ഹൃദയം നിറഞ്ഞ ഒരു പ്രാർത്ഥന, അതു മതി. ദൈവം ആ ഒരു നിമിഷത്തിൽ നിങ്ങളെ കേൾക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇന്ന് ചിലർക്ക് ഒരു അപ്രതീക്ഷിത തടസ്സം അനുഭവപ്പെടാം. ഒരു പ്രധാനപ്പെട്ട പരീക്ഷ, ഒരു അഭിമുഖം, ഒരു അവതരണം, ഇതിലൊന്നിൽ ആശങ്ക തോന്നും. എന്നാൽ ഭയപ്പെടേണ്ട. ഈ ആശങ്ക ശത്രുവിന്റെ മനോഗതം ഉണർത്തുന്ന ഒരു ചിന്തയാണ്. നിങ്ങൾക്ക് ഉള്ള കഴിവ് ആർക്കും എടുത്തുകളയാനാവില്ല. ഗ്രഹങ്ങൾ അനുകൂലമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഒന്ന് ക്ഷമിക്കുക, നാളെ ആ ക്ഷമ നിങ്ങൾക്ക് ജയം നൽകും. യാത്രയുടെ കാര്യത്തിൽ ഈ ദിവസം അല്പം ശ്രദ്ധ വേണം. ദൂരയാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ദൂരദേശം അല്ലെങ്കിൽ വിദേശ അവസരം ആലോചിക്കുന്നവർക്ക് ഇന്ന് ഒരു ചെറിയ വൈകൽ ഉണ്ടാകാം. എന്നാൽ ഈ വൈകൽ ഒരു ദൈവിക തടസ്സമാണ്. ആ വഴിയിൽ ഇപ്പോൾ പോകരുത് എന്ന് ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ശത്രുവിന്റെ ഒരു കണ്ണ് ആ വഴിയിലും ഉണ്ടാകും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആ അവസരം കൂടുതൽ ശക്തിയോടെ തുറക്കപ്പെടും. അന്ന് ഒരു തടസ്സവും ഉണ്ടാകില്ല. പെട്ടെന്നുള്ള നേട്ടങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ഒരു അപ്രതീക്ഷിത സ്രോതസ്സിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കാം. ഒരു പഴയ ബന്ധം, ഒരു പഴയ സ്ഥലം, ഒരു പഴയ ഓർമ്മ, ഇതിൽ ഒന്ന് ഇന്ന് നിങ്ങളെ തേടിവരും. ആ സന്ദേശത്തിൽ ഒരു നല്ല ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ അത് ചെറുതായി തോന്നാം. എന്നാൽ ആ ഒരു ചെറിയ കാര്യം ഒരു വലിയ വഴിത്തിരിവിന്റെ തുടക്കമാണ്. ഈ ലക്ഷണം ശ്രദ്ധിക്കുക, ഉപേക്ഷിക്കരുത്. ഇനി ഈ ജന്മത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ആ അപൂർവ ദൈവിക നിമിഷത്തെക്കുറിച്ച് പറയണം. ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഇത്തരമൊരു ഘട്ടം വളരെ അപൂർവമാണ്. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ നിൽക്കുന്ന ഈ കാലം ഒരു ജനനത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ദൈവിക ശ്രേണിയാണ്. ഇതിൽ ഒരു ഭാഗം ഇന്ന് ആരംഭിക്കുകയാണ്. ശത്രു ഒരു നീക്കം നടത്തുന്ന ഈ ദിവസം, ആ ഒരേ ദിവസം ഒരു ദൈവിക സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുകയാണ്. ഈ ഘട്ടത്തിൽ കർമ്മം ശുദ്ധമാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പഴയ വഴക്കുകൾ, പഴയ ബന്ധങ്ങളിലെ വ്രണങ്ങൾ, ആർക്കെങ്കിലും ബോധപൂർവം ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം മനസ്സിൽ ഒരിക്കൽ ഓർക്കുക. ക്ഷമ ചോദിക്കണമെന്ന് തോന്നുന്ന ആളോട് ഒരു വാക്ക് പറയുക. ആ ഒരു കർമ്മശുദ്ധി ഇന്ന് ഒരു ദൈവിക ചക്രത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കും. ഗ്രഹങ്ങൾ ആ ക്ഷണത്തിൽ നിങ്ങൾക്ക് ഒരു ദൈവിക അനുഗ്രഹം നൽകും. ഒരിക്കലും ഒരു ശത്രുവിനും ഭേദിക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹം. ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത നന്മകൾ ദൈവം ഒന്നും മറന്നിട്ടില്ല. ആ നന്മകളുടെ ഫലം ഇന്ന് ഒരു ദൈവിക കവചമായി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ശത്രുവിന്റെ ആ ഒരു നീക്കം ആ കവചത്തിൽ ഉരഞ്ഞു തകർന്നു വീഴും. ഇത് ഒരു ഭാഷണമല്ല, ഇത് ഗ്രഹഗതിയുടെ സത്യമാണ്. ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഒരു കാര്യം ഓർത്തുകൊള്ളുക. ശത്രു ആരൊക്കെ ഉണ്ടെങ്കിലും
ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുമ്പോൾ ആ ശത്രുക്കൾക്ക് ഒരു ശക്തിയും ഇല്ല. ഇന്ന് ഭയം കൊണ്ടല്ല, ആത്മവിശ്വാസം കൊണ്ട് നടക്കുക. നിങ്ങളുടെ ഇഷ്ടദേവരെ ഒരു നിമിഷം മനസ്സിൽ ഓർക്കുക. ആ ഒരു ഓർമ്മ ഒരു ദൈവിക ശക്തിയാകും. ആ ശക്തി ഇന്നത്തെ ദിനത്തിൽ നിങ്ങളെ ഒരു ഉരുക്ക് കോട്ടയായി മാറ്റും. ഈ ദിവസം കടന്നുപോകും. ശത്രുവിന്റെ നീക്കം പരാജയപ്പെടും. നിങ്ങൾ ഉറ്റവരോടൊപ്പം, ദൈവ അനുഗ്രഹത്തോടൊപ്പം ശക്തിയോടെ നിൽക്കും. ഈ ഒരു ദിനം കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രം കൂടുതൽ തെളിഞ്ഞു ഉദിക്കും. ഇനിയുള്ള ദിനങ്ങൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ഘട്ടത്തിലേക്ക് ചിങ്ങം രാശിക്കാരെ കൊണ്ടുപോകും. ആ ഘട്ടം, ആ ഒരു ജ്യോതിഷ ദർശനം നിങ്ങൾക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. കാത്തിരിക്കുക. ഒരു മഹത്തായ നാൾ അടുത്തുവരും.